സുധാകരനെ പുകഴ്ത്തിയും CPM-നെ വിമർശിച്ചുമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സുധാകരനെ CPM അപമാനിച്ചുവെന്നും ഭാര്യയുടെ സീറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ MV ഗോവിന്ദൻ എല്ലാം മറന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ജി സുധാകരനുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിൽ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രിയാണെന്നുള്ള പേരുള്ള ആളാണ് അദ്ദേഹം. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിൽ ഒരു രക്തസാക്ഷി വരെയുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്നത്. രാഷ്ട്രീയ ചർച്ചകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ജി സുധാകരൻ വളരെ പക്വതയുള്ള, മെച്യൂറായിട്ടുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ, ഇപ്പോൾ ആലപ്പുഴ ജില്ല എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഏത് പാർട്ടി എടുത്ത് നോക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ലബി സജീന്ദ്രൻ വിവരങ്ങളുമായുണ്ട്. ലബി, ആലപ്പുഴയിലെ വോട്ടാണ്. ഈ നേതാക്കൾക്ക് എല്ലാവർക്കും ആ പശ്ചാത്തലമുണ്ട്. സുധാകര പക്ഷത്തിന്റെ വോട്ട് കണ്ടുവച്ചാണോ ഈ പുകഴ്ത്തലും ഒപ്പം നിൽക്കലുമൊക്കെ? മാധു, സുധാകരൻ പക്ഷത്തിന്റെ വോട്ടിൽ കണ്ണുവച്ചു എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കാരണം ജി സുധാകരൻ കടന്നു വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, സമീപത്തുള്ള മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും, അതുമാത്രമല്ല മധ്യകേരളത്തിലാകമാനം ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായും അത് കോൺഗ്രസിന് ഗുണകരമാണോ എന്ന് നേതാക്കൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രണ്ടുപേരുടെയും പ്രതികരണം ശ്രദ്ധിക്കുക. KC വേണുഗോപാലിൻ്റെതായാലും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമായാലും വളരെ കൃത്യമായി CPM-നെ കടന്നാക്രമിക്കുമ്പോഴും ജി സുധാകരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ആദരപൂർവ്വമാണ് ജി സുധാകരനെ കാര്യം സംസാരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നേതാക്കൾക്ക് ജി സുധാകരനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നതിൽ തടസ്സമില്ല. അതുമാത്രമല്ല മാധു, സ്വതന്ത്രനായി അമ്പലപ്പുഴയിലേക്ക് ജി സുധാകരൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഈ ഒരു സാഹചര്യത്തെ തീർച്ചയായും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും സ്വാഗതം ചെയ്യും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ മുന്നേറ്റം ബാക്കി എല്ലാ ജില്ലകളിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നാക്കം പോയ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ ജി സുധാകരന്റെ കടന്നുവരവോടുകൂടി അമ്പലപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക്, അമ്പലപ്പുഴയിൽ മാത്രമല്ല സമീപത്തുള്ള ജില്ലകളിലേക്കും ആ ഒരു പ്രഭാവം ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം കിട്ടും എന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വളരെ സൂക്ഷിച്ച് പ്രസ്താവന, വളരെ ആലോചിച്ച് തന്നെയാണ് KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും നടത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൊത്തം ഒരു പ്രതികരണത്തിന് സൂചനയുമാണ്. അത് മാത്രമല്ല, ഒന്നുകൂടി മാധു ഓർക്കുക, കഴിഞ്ഞ മാർച്ച് 12-നാണ് ജി സുധാകരൻ കോൺഗ്രസ് ക്യാമ്പിനോട് അടുക്കുന്നോ എന്നുള്ള ഒരു അഭ്യൂഹം പടർന്നു തുടങ്ങിയത്. അതിന് കാരണവുമുണ്ട്. അന്ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടതിന്റെ ശതാബ്ദി ആഘോഷം, അവരുടെ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം KPCC സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത്. ആ പരിപാടിയിൽ കഴിഞ്ഞ വർഷം മാർച്ച് 12-ന് അന്ന് ജി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് M ലിജുവാണ് അന്ന് അങ്ങോട്ട് ജി സുധാകരനെ കൊണ്ടുവന്നത്. ആ പരിപാടിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം അന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ജി സുധാകരൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലും ഒരു കാരണവശാലും കോൺഗ്രസിനെ അദ്ദേഹം അന്ന് തള്ളിപ്പറഞ്ഞില്ല. അത് മാത്രമല്ല, പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അന്ന് അവിടെ വന്നതിന്റെ ഒരു കാരണം വ്യക്തമാക്കിക്കൊണ്ട് ജി സുധാകരൻ അന്ന് അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ആ സമയം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒരു അനുഭവം കാണിക്കുന്നു എന്നുള്ള അഭ്യൂഹം നിലനിൽക്കുന്നുമുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന്റെ കടന്നുവരവ് ഏതായാലും ഗുണകരം എന്ന് തന്നെയാണ് പൊതുവെ നേതൃത്വം കണക്കാക്കുന്നത്. ശരി ലേബി, പക്ഷേ ജി സുധാകരൻ കോൺഗ്രസിലേക്ക് എന്ന് കോൺഗ്രസുകാർ കാണുന്നുണ്ടെങ്കിൽ അതൊരു കടന്ന കാഴ്ചയായിരിക്കുമെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രാഷ്ട്രീയമല്ലേ, ഞാൻ ജി സുധാകരനെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധവും അദ്ദേഹത്തിന്റെ ആ പ്രത്യയ ശാസ്ത്രത്തിലുള്ള ഉറപ്പും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയമല്ലേ, നമുക്ക് കാത്തിരിക്കാം അല്ലേ? ലബി സജീന്ദ്രൻ പറഞ്ഞ പോലെ കോൺഗ്രസുകാർക്ക് അത്രത്തോളം വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാകുമല്ലോ. നോക്കാം നമുക്ക്.